ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. യോശുവയുടെ മരണശേഷം ആരാകുന്നു യുദ്ധത്തിന് പോകേണ്ടതെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ മറുപടി. യഹൂദ പുറപ്പെടട്ടെ. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാകുന്നെങ്കിൽ, പ്രിയരെ, ദേശത്തിൽ പാർക്കുന്ന ദൈവത്തിൻ്റെ ജനമായ എല്ലാ വിശുദ്ധന്മാരോടും ദൈവം ഇത് തന്നെ അരുളി ചെയ്യും. ആദ്യം സ്തുതിക്കുന്നവൻ പുറപ്പെടട്ടെ. സ്തുതിയും സ്തോത്രവും ദൈവത്തിന് പ്രസാദകരമാണ്. അത് ഇടവിടാതെ അർപ്പിക്കണമെന്നും ദൈവവചനം നമ്മളോട് പഠിപ്പിക്കുന്നു. സ്തുതിക്കുന്നവരെ ദൈവം അറിയുന്നു. സ്തുതിക്കുവാൻ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ എന്ന് നാം സങ്കീർത്തനത്തിലും വായിക്കുന്നു. അപ്പോൾ സ്തുതികളിന്മേലാണ് ദൈവത്തിന് സിംഹാസനം ഇടുന്നത്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന വാഴുന്ന ദൈവത്തിന് പിന്നെയും സ്തുതിയും സ്തോത്രവും മഹത്വവും കൊടുക്കണം. ഇടവിടാതെ സ്തോത്രമെന്ന യാഗം അർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. സാത്താൻ അതിനകത്ത് ഇടം പിടിക്കാതെ കയറാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും വായിൽ സ്തോത്രമുണ്ടായിരിക്കണം, സ്തുതി ഉണ്ടായിരിക്കണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയം നിറഞ്ഞ് എന്തായിരിക്കണം? സ്തുതിയും സ്തോത്രവുമായിരിക്കണം. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവൻ്റെ മേൽ സാത്താൻ്റെ ഒരു കണ്ണുണ്ട്. യാഗമർപ്പിക്കുന്നവനും യാഗപീഠം ഒരുക്കുന്നവനും ദൈവത്തിൻ്റെ തീ ഇറങ്ങുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണത്തോടും വിശുദ്ധിയോടും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സാധാന്യ നോട്ടങ്ങളും സംസാരങ്ങളും മറ്റൊന്നാണ്. യവനെ ഏത് നിലയിൽ തകർക്കാൻ നോക്കാം, യവൻ്റെ യാഗപീഠത്തിന്മേൽ അശുദ്ധി വരുത്താം, യവനെ ദൈവത്തിൽ നിന്ന് എങ്ങനെ അകറ്റാം, ദൈവം അവനോട് സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെയുള്ള പല ചിന്തകളുമായിട്ട് അസൂയാലുക്കളായ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ വാക്ക് കേട്ട് ചൂളിപ്പോയി, അയ്യോ, അവരെന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് സങ്കടം വരും, ദേഷ്യം വരുന്നു. ദൈവമേ, നീ ഒന്ന് അവരോട് ഇടപെട്ട് അവരെ ഒന്ന് ശരിയാക്കണേ എന്നൊന്നും പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സങ്കടപ്പെടാനോ അങ്ങനെ ദൈവത്തോട് പരാതി പറയാനോ ഒന്നും പോകാതെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് അതങ്ങ് ചെയ്യണം. ദൈവത്തിൻ്റെ പ്രസാദകരമായ ഒരു യാഗപീഠം പണിയാനാണ്. ഒരു 3 സുവാസ പ്രാർത്ഥന വെച്ച് നമ്മൾ ദൈവസന്നിധി ഇരിക്കുകയാണെങ്കിൽ, കുടുംബമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളങ്ങ് ഇരിക്കണം. ഇനി സഭയായിട്ടിരിക്കാനാണ് പ്ലാനെങ്കിൽ സഭയെ വിളിച്ചു കൂട്ടി ഇരുത്തി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ദൈവത്തിനോടുള്ളതായ ബന്ധത്തിൽ നാം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും കൊടുക്കുന്നെങ്കിൽ നമ്മെ ദൈവം എല്ലാ നിലയിലും മുൻനിരയിൽ നിർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നും. നമ്മൾ ഏത് കുടുംബത്തിൽ പിറന്നോ, ഏത് കുലത്തിൽ പിറന്നോ, ഏത് സാഹചര്യത്തിലായിരിക്കുന്നു, പട്ടിണിയാണോ, പരിവട്ടമാണോ, വസ്ത്രമില്ലായ്മയുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഭാരങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, കടബാധ്യതകളാണോ എന്നൊന്നും ദൈവത്തിന് അറിയണ്ട. കാരണം ദൈവമെല്ലാം നമുക്ക് വേണ്ടി ഇത്രയും ദിവസങ്ങളിൽ ചെയ്തല്ലോ. നമ്മൾ ചോദിച്ചതെല്ലാം തന്നില്ലെങ്കിലും നമ്മുടെ ആവശ്യമൊന്നും മുടക്കിയില്ലല്ലോ കർത്താവ്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ മുടങ്ങാത്തതാണ്. നമ്മുടെ ഓരോ ദിവസവും ദൈനംദിനമുള്ള ആവശ്യങ്ങൾ ദൈവം നടത്തി തരുന്നു. അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ എന്താ ഈ രോഗത്തിന് സൗഖ്യമില്ലാത്തതെന്ന് ചോദിക്കാം ചിലർക്ക് ചോദിക്കാം, എന്താണ് ഈ പട്ടിണിയും പൈതാഹവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? കഷ്ടതയാണല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇതൊക്കെ അതെല്ലാം മാറുമെന്നേ. സ്തോത്രം. യേശു കർത്താവ് സന്ദർശിച്ചുകൊണ്ടിരുന്ന ആ ലാസറിൻ്റെ വീട്ടിലും അവിടെയും മരണം സംഭവിച്ചു. അവിടെയും വേദനയും ദുഃഖവും ഒക്കെ തളം കെട്ടി നിന്നില്ലേ? പക്ഷേ യേശു കർത്താവ് വന്നപ്പോൾ തന്നെ എല്ലാം മാറിയല്ലോ. പെട്ടെന്നല്ലേ വിടുതലായത്. നേരത്തിനുള്ളിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എല്ലാം മാറി. അവിടെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിച്ചില്ലേ? അങ്ങനെ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നേ. അല്പനേരത്തേക്ക് മാറി നിന്നെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണ ഒന്നും കുറയത്തില്ല. നമുക്ക് വസ്ത്രമൊന്നും ഇല്ലായ്മ വരത്തില്ല. നമ്മുടെ സാമ്പത്തിക പേഴ്സൊന്നും കാലിയാവത്തില്ല. അതുകൊണ്ട് ഭക്ഷിപ്പാൻ, ആഹാരം ധരിപ്പാൻ, വസ്ത്രം ചിലവഴിക്കാൻ, സാമ്പത്തിക നന്മകളും തന്ന് ശരീരത്തിന് വേണ്ട ആരോഗ്യം ബലവും തന്ന് നമ്മുടെ ആന്തരിക അവയവങ്ങളെ സുഖപ്പെടുത്തി സൗഖ്യമാക്കി ആരോഗ്യത്തോടെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവേറെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. എപ്പോഴും അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്തുതിക്കുന്നവരെ മുൻനിരയിൽ നിർത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം.
യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.